നമസ്തേ ദോസ്തോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൽദി ചടങ്ങുകളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും ചെക്കൻ്റെ അമ്മയും ഹൽദി, അതായത് മഞ്ഞൾ ഒരു തളികയെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഒരു പൂവെടുത്ത് മഞ്ഞളി മുക്കി ചെക്കൻ്റെ മുഖത്തേക്ക് വെച്ച് അലങ്കരിക്കാൻ പോവുകയാണ്. അതാണ് സംഭവം. നമ്മുടെ ചെക്കൻ്റെ പ്രതിശ്രുത അളിയൻ, അതായത് പുള്ളിയുടെ അനിയത്തി ഗുഡിയ അല്ലെങ്കിൽ റുഹി ജംവാലിൻ്റെ ഫിയാൻസെ അങ്കിത് സൈനി. അപ്പം മൂപ്പരും വന്ന് ഹൽദിയൊക്കെ തേച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, ഹൽദി തേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയും കൂടെയാണ് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൽദി ഫംഗ്ഷന് മാറ്റ് കൂട്ടിയത് ഈ രണ്ട് ക്യൂട്ടീസാണ്. ഈ ടെഡി ബെയർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഒപ്പം ഈ ക്യൂട്ടി, അതുപോലെ തന്നെ മറ്റൊരു സിൻഡ്രല്ല പോലത്തെ ഒരു ക്യൂട്ടി. ഇത് ഇവരുടെ കസിനാണ്. ചാടി പോകുന്നുണ്ടല്ലേ, എന്താ രസം. അമ്മയുടെ അടുത്തൊക്കെയാണ് പോകുന്നത്. ഇതാണ്ട് ചെക്കൻ്റെ അനിയത്തി ഗുഡിയയും പുള്ളിക്കാരിയുടെ ഫ്രണ്ട് സറിനും. പുള്ളിക്കാരി ഒരു സിഖ് മതവിശ്വാസിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഹിന്ദു വെഡ്ഡിംഗ് ഒക്കെ കാണുന്നത്. ഞാനും നോർത്ത് ഇന്ത്യൻ ഹിന്ദു വെഡ്ഡിംഗ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ചെക്കൻ്റെ കസിൻസ് ഗേൾ ഗ്യാങ് ആണ്. അപ്പോൾ അവർ ഹൽദി ഫംഗ്ഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ പൂക്കളെല്ലാം കൊണ്ട് എറിഞ്ഞ് എന്തോ പരിപാടി സെറ്റ് ചെയ്യാൻ പോകും. നമുക്കാരെല്ലാവരും മുഖത്ത് മഞ്ഞൾ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പൂക്കളെടുത്ത് മേളിലോട്ട് വലിച്ചെറിയുന്നൊരു അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷോട്ട് ശരിയാകത്തോണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പോകും. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം പൂക്കൾ അവരുടെ കയ്യിലെടുത്തിട്ട് വീണ്ടും എറിയാൻ വേണ്ടി പോവാണ്. നല്ലൊരു ഷോട്ടായിരിക്കും ഇത്. ഇപ്പോൾ അടുത്തായിട്ട് വൈബ് തള്ളമാരുടെ, അതായത് ആൻറ്റിമാരുടെ പ്രകടനമാണ്.